പിണങ്ങി നിൽക്കുക എന്ന് പറയുന്നത് അത്ര നല്ല ഒരു ഏർപ്പാടല്ല. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാതിരിക്കാൻ ഈ പിണങ്ങി നിൽക്കുന്നത് ഒരു കാരണമായിരിക്കും എന്നുള്ളതാണ്. ഒരിക്കൽ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ആ മനുഷ്യനെ കണ്ടല്ലോ, ആ മനുഷ്യൻ 3 ദിവസത്തിനുള്ളിൽ മരിക്കും, അവൻ്റെ റൂഹ് 3 ദിവസത്തിനുള്ളിൽ പിടിക്കും എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം ആ മനുഷ്യൻ്റെ റൂഹ് പോകുന്നതിങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം 3 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റൂഹ് പോകുമല്ലോ, അതും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം മരിക്കുന്നില്ല, അദ്ദേഹം മരിച്ചിട്ടില്ല. 3 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം മരിച്ചിട്ടില്ല. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്രായിലിനെ കണ്ടുമുട്ടിയപ്പോൾ അസ്രായിലിനോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് ആ മനുഷ്യൻ 3 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന്, അവൻ്റെ റൂഹ് പിടിക്കുമെന്ന്, പക്ഷേ അവൻ മരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, അദ്ദേഹം മരിക്കാതിരിക്കാനുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം മരിക്കാത്തത്. എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് നബിയോട് പറയുകയാണ്, ആ മനുഷ്യൻ വേറെ ഒരു മനുഷ്യനോട് പിണങ്ങി നിന്നിരുന്നു. ആ പിണങ്ങി നിന്ന മനുഷ്യനോട് ആ മനുഷ്യൻ പോയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറഞ്ഞു. ഈ സലാം പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് 20 വർഷത്തെ ആയുസ് അള്ളാഹു അവനിക്ക് നീട്ടിക്കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കൂ നിങ്ങൾ. നാം എത്ര ആളുകളോട് എത്ര ദിവസങ്ങളായി എത്ര വർഷങ്ങളായി പിണങ്ങി നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാതിരിക്കാൻ തീർച്ചയായും ഈ പിണങ്ങി നിൽക്കൽ ഒരു കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് നാം ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് തന്നെ പോയിട്ട് ഏതൊരു കാര്യം കൊണ്ടാണോ പിണങ്ങി നിൽക്കുന്നത് ആ കാര്യം പറഞ്ഞ് അവനെ കൊണ്ട് പൊരുത്തപ്പെടിയിപ്പിച്ച് അവനോട് സലാം പറഞ്ഞ് ഇനി മുതലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുമായി നല്ല ഒരു ബന്ധത്തിൽ നല്ല ഒരു സൗഹൃദം പങ്കിട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്.